അങ്ങനെയാണ് ഞാൻ മൈസൂർ എത്തി. എന്നാൽ പിന്നെ ഇവിടെ സ്റ്റേ ചെയ്യണം. നിങ്ങളെ മൈസൂർ കുറച്ച് കാണിച്ചു തരാം. ഞാൻ മൈസൂർ വേറൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിരുന്നതാണ്, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. മൈസൂരും പിന്നെ വേറൊരു സ്ഥലം കൂടി. ഓക്കെ, എന്തായാലും ഇവിടെ നമുക്ക് റൂം എടുത്തില്ല. എന്നാൽ പിന്നെ നിങ്ങളെ മൈസൂരിൽ കാണിച്ചു തരാം. മൈസൂരിൽ നിന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈസൂർ പാലസ് ഉണ്ട്, അതിനകത്തൊന്നും ക്യാമറ ആയിട്ട് കയറാൻ പറ്റില്ല. ബട്ട് പുറത്തോടെ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയതാണ്. ഞാനിപ്പോൾ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തേക്കാണ്. ഞാൻ പണ്ട് മൈസൂർ ജോലി ചെയ്യുന്നൊരു സ്ഥലമുണ്ട്, ആ ഒരു ഹോട്ടലാണ്. ആ ഹോട്ടൽ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു റെസ്റ്റോറൻ്റാണ്, ആ ഹോട്ടലിൻ്റെ കൂടെയുള്ള റെസ്റ്റോറൻ്റാണ്, അവിടെയാണ്. അപ്പോൾ ആ വഴി സ്ഥലപ്പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. വഴി എവിടെയൊക്കെയോ ശകലം ഓർമ്മയുള്ളൂ. അതിനടുത്തൊരു ഹോസ്പിറ്റലൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ഓർക്കുന്നില്ല. അതുണ്ടെങ്കിൽ അതും മതിയായിരുന്നു. കുറേ ഓർമ്മകളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മൈസൂർ വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. ഹാസൻ, ഇതാണ് വഴി. ഈ വഴി നേരെ പോയിട്ട് റൈറ്റ് സൈഡിൽ എവിടുന്നോ റൈറ്റ് എടുത്തിട്ടാണ് പോകുന്നത്. ഈ വഴി വരെ എനിക്ക് മനസ്സിലായി, അതും കൂടെ ഓർത്താൽ മതി. ഹാസന് പോകുന്ന വഴിയാണെന്ന് എനിക്കറിയാം. എൻ്റെ പൊന്നമ്മ, ഇങ്ങനെയൊക്കെയാണോ ലെഫ്റ്റ് എടുക്കുന്നത്? ആ ഹോട്ടൽ കണ്ടുപിടിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ആ ഹോട്ടലൊക്കെ അവിടെ ഉണ്ടോ എന്ന് ആർക്കറിയാം. ബട്ട് ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് അങ്ങനെ ഒരു ഹോട്ടൽ അല്ല, അങ്ങനെ ഒരു ഹോസ്പിറ്റലിൻ്റെ പേര് അങ്ങനൊന്നും കാണാനില്ല അവിടെ. ഡെപ്യൂട്ടി കമ്മീഷണേഴ്സ് റെസിഡൻസ്, നല്ല രസമുണ്ടാവും വീട് കാണാൻ. ഇവിടെ കുറേ പഴയ ബംഗ്ലാവുകളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഉണ്ടാക്കിയതുണ്ടെന്ന്. ഇതൊക്കെ വളരെ സൂപ്പർ, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ എൻ്റെ പഴയ ഹോട്ടൽ തപ്പി പോവുകയാണ്. എനിക്ക് ഒത്തിരി ഓർമ്മകളുള്ള ഒരു ഹോട്ടൽ. അത് ഓർമ്മകളൊക്കെ എനിക്ക് തിരിച്ച് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്.